11 മാസം മുമ്പ് ഷംനാദ് തുടങ്ങിയ ഒരു കടയാണിത്. ദോശയുടെ മുട്ടയുടെയൊക്കെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ക്രഞ്ചി ദോശ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ അത് ട്രൈ ചെയ്യാൻ പോകുന്നത്. പീനട്ട് ബട്ടറും ചോക്ലേറ്റ് ഒക്കെ ചേർത്താണ് ഈ ക്രഞ്ചി ദോശ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മധുരമുള്ള ഒരു ദോശ കഴിക്കുന്നത്. ട്രിവാൻഡ്രത്തെ തട്ടുകടയിൽ ഇതുവരെ ക്രഞ്ചി ദോശ ഞാൻ കണ്ടിട്ടില്ല. നല്ല ചോക്ലേറ്റ് ദോശ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ദോശ നല്ല ക്രിസ്പിയാണ്, നല്ല മധുരവും ഉണ്ട്. ഈ ഒരു ക്രഞ്ചി ദോശയ്ക്ക് 50 രൂപയാണ് വില വരുന്നത്. പീനട്ടിന്റെയും ചോക്ലേറ്റിന്റെയും ഒക്കെ ഒരു കോമ്പിനേഷൻ ടേസ്റ്റ് നമുക്ക് കിട്ടും. സാധാരണ തട്ടുകടയിൽ കാണുന്ന ദോശ ചമ്മന്തി കോമ്പയും ഓംലെറ്റും ഒക്കെ ഇവിടെ ഉണ്ട്. എന്നാൽ വെറൈറ്റി ആയിട്ട് കൊത്തു ദോശയുണ്ട് ഇവിടെ. നല്ല മൊരിഞ്ഞ തട്ട് ദോശയും സവാളയും ഉപയോഗിച്ചാണ് ഇവിടുത്തെ കൊത്തു ദോശ ഉണ്ടാക്കുന്നത്. ചിക്കനും ബീഫൊന്നും കിട്ടില്ല, പകരം മുട്ടയാണ് എല്ലാ ഐറ്റംസിനും ഇവിടെ കൂടെ ചേർക്കുന്നത്. മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന കട കൂടിയാണിത്. മുട്ടയോടൊപ്പം ചേർക്കുന്ന ഈ മസാല കൂട്ടുകളാണ് ഈ കൊത്തു ദോശയ്ക്ക് ഇത്രയും ടേസ്റ്റും എരിവും നൽകുന്നത്. കൊത്തു ദോശ കഴിച്ചിട്ടില്ലാത്തവർക്ക് ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും. ഒരു പ്ലേറ്റ് കൊത്തു ദോശയ്ക്ക് വരുന്നത് 70 രൂപയാണ്. ഇവിടെ കിട്ടുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസിൽ ഒന്ന് മാത്രമാണിത്. ദോശയുടെ കോമ്പോസ് ആണ് ഏറ്റവും കൂടുതൽ. ചമ്മന്തിയും മുളകറിയും കൂട്ടിയാണ് ഈ കൊത്തു ദോശ കഴിക്കേണ്ടത്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റംസിൽ ഒന്നാണ് മുട്ട ചിക്കി. 2 മുട്ടയും സവാളയും മസാലയൊക്കെ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു പ്ലേറ്റ് മുട്ട ചിക്കിക്ക് 40 രൂപയാണ്. നല്ല രുചി തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഐറ്റംസിനും. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ രാത്രി 12 മണി വരെയാണ് ഇത് ഇവിടെ കിട്ടുന്നത്. പൂജപ്പുരയിൽ നിന്ന് കരമന പോകുമ്പോൾ ഇടതുവശത്തേറ്റാണ് ഇക്കാസ് വേൾഡ്.